എക്കോ പോയിന്റ്. അവിടെ മീൻ പിടിക്കാനിരിക്കണ്ടേ കണ്ടാ, മീൻ പിടിക്കുമ്പോ ആന വന്ന് പിടിക്കൂ. ഇതൊക്കെ ആരോട് ശബ്ദം ഉണ്ടാക്കിയത്? എക്കോ പോയിന്റ്. ലാ 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 ലാ. ഇതിവിടുത്തെ ഫാമുകളിലെ പശുക്കളാണ്. ഫാമുകളിൽ വളർത്തുന്ന പശുവിനെ എഴുക്കാകെ എന്താ എഴുക്കാകത് എരിക്കതൊക്കെ ഞാനായി. അയ്യോ, ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയി. വിൽക്കാൻ വെച്ച ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയി. ആ അയ്യോ കഴിഞ്ഞടാ. അയ്യോ കഴിഞ്ഞോട്ടാ, സോറി. ഉണ്ടായിരുന്ന 4 ഉണ്ടായിരുന്നു, അത് അവർക്ക് കൊടുത്തു. പോട്ടെ, കഴിഞ്ഞു. ഇനി പിന്നെ വരാം. അതെ, അങ്ങോട്ട് നോക്കും.
വഴിമാട് ശേഖര ചേട്ടനൊന്ന് പോട്ടെ ചേട്ടാ. ഇതെന്താ സ്ഥലം മനസ്സിലായോ? ഫാം, വെജിറ്റബിൾ ഫാം, അതായത് വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന, അതേപോലെ തേനീച്ചയില്ലേ, ഹണി ബീസ്. ഇത് കുറേ കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ? 2 കൊല്ലമായി അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് മൂന്നാർ ടൗണിലേക്ക് മറ്റും ഇത് വെജിറ്റബിൾസ് ഇല്ല, നമ്മൾ ഇവിടെ വന്ന് ഗസ്റ്റും പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റും ഉണ്ട് ഇവിടെ. കമ്പനിയുടെ ഔട്ട്ലെറ്റ് അവിടെ മാത്രമല്ല. അതേപോലെ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുന്നില്ലേ? എന്താ പെർഫ്യൂം? അതിൻ്റെ റോ മെറ്റീരിയൽ എടുക്കുന്ന ഫാക്ടറി. റോ മെറ്റീരിയൽ എടുക്കുന്ന ഫാക്ടറി ഇതോ? അതിൻ്റെ ഉള്ള ബിസിനസ് അല്ല അവിടെ അല്ല. ഇതൊക്കെ എന്താണ്? അത് വെജിറ്റബിൾസ് തന്നെ? ഫ്ലവേഴ്സ്, സ്ട്രോബെറീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് രാമച്ചം എന്ന് പറയില്ലേ? രാമച്ചം യൂസ് ചെയ്യുന്നില്ലേ? ഫേസ് ക്രീം. 20% ഓയിൽ. ടീ ഓയിൽ. എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഇട്ടിട്ട് തേച്ച ഹെയർ ലോസ്, സ്കിൻ ഡ്രൈനസ് ഇതൊക്കെ മാറും. ഓക്കെ. ടീ ട്രീ ഓയിൽ. ഓക്കെ, ഫൈൻ. ടൊമാറ്റോ അല്ലേ? ട്രീ ടൊമാറ്റോ. അതിൻ്റെ. ഓക്കെ. ബാക്കി സൺഫ്ലവർ. അവിടെ അപ്പുറത്ത് പിന്നെ ഫുള്ള് മറ്റേ പൂക്കളാണല്ലേ? ഇതൊക്കെ ഹണി ബീസ് ആണല്ലേ? ഇപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ തേനീച്ച ഉണ്ടല്ലോ. ഓക്കെ. തേനീച്ച കിടന്ന് പറക്കണ്ട, അടുത്തേക്ക് പോകണ്ട. അപ്പോൾ ഇതിനെ എന്താ പറയുക, ഇതായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഷൂട്ട് എന്തെങ്കിലും പറയാം? അതോ ഡേഞ്ചറസ് അല്ലേ ആക്ച്വലി? സെൻറ്റല്ല. ഈ താഴെ കാണുന്നല്ലേ? അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വെള്ളം കുടിക്കാം, പിന്നെ ചീരയായിട്ട് കളിക്കാം. ഓക്കെ. അതായത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിടുക, എന്നിട്ട് ആ തിളച്ച അറിയ വെള്ളം നമ്മൾ കുടിക്കുക. സോ മെമ്മറി പവറിന് നല്ലതാണ്. ഓക്കെ. ഇതിങ്ങനെ അവൈലബിൾ ആണോ ഇവിടെ നമുക്ക് മേടിക്കാനായിട്ട്? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ലേ? ഇത് എത്രയുണ്ട് ഏക്കർ? മീൻ 10 ഏക്കർ ഫുള്ളുണ്ടല്ലേ? അത് പലതരത്തിലുള്ള, അതായത് പൂക്കളും വെജിറ്റബിൾസ് എല്ലാം മിക്സ്. നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ലെമൺ, പേരക്ക? സീസൺ ഇല്ല. ഓക്കെ. അല്ല, അവിടെ ഇല്ലല്ലോ ഇപ്പോൾ, സീസൺ അല്ലല്ലോ. ഇത് ഓമം എന്ന് പറയും. ഹോമം നമ്മൾ കുടിക്കുന്ന ഓമം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഓക്കെ. മണ്ണൊക്കെ. ഓക്കെ. അത് കുറേയൊക്കെ ആയുർവേദിക് മെഡിസിൻസ് ആണല്ലോ ഇവിടെ. ഇത് റോസ്മേരി ഫുഡിലേക്ക് ആഡ് ചെയ്യുന്ന സാധനം. പുതിന പിന്നെ നമ്മുടെ നാട്ടിൽ കോമൺ ആണ്, എല്ലാ വീട്ടിലും ഉണ്ട് പുതിന. ഇത് കുറച്ച് സ്ട്രോങ് ആണ് ഇവിടെ. നല്ല സ്മെല്ലുണ്ട്, അടിപൊളി. നമ്മുടെ നാട്ടിൽ വളർത്തുമ്പോൾ എന്തായാലും ഇത് ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ ഈ ടീയിലിട്ടിട്ട് കുടിക്കാനായിട്ടേ, ഈ മറ്റേ നമ്മുടെ ഗ്രീൻ ടീ ഇല്ലേ, അതിലൊക്കെ ഇട്ടിട്ട് കുടിക്കും. ഇത് നമുക്ക് സ്റ്റീവിയ, നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടല്ലോ. സ്റ്റീവിയ. ഇത് മധുരമാണ്, കഴിച്ചു നോക്ക്. മധുരമാണ്, മധുരം. ഇത് ഒരു മെഡിസിനബിളാണ്. കുട്ടി തക്കാളി. അതന്നെ ഓർമ്മയുണ്ടാ? ഒരു വൈറ്റ് കളറിൽ തക്കാളി അല്ലേ ഇത്? കുട്ടി തക്കാളി. ഇതൊക്കെ എന്താണ്? കോളിഫ്ലവറോ? ഇത് ക്യാബേജ്. സോറി, ക്യാബേജ്. സ്ട്രോബെറീസ് അല്ലേ? എൻ്റെ ഫേവറേറ്റ് ആണ് ശരി, സ്ട്രോബെറീസ് ഉണ്ടോ? പിന്നെ മറ്റേ ഗോതമ്പ് ചെറിയ ഉള്ളി. തരത്തിലുള്ള വെജിറ്റബിൾസ്, പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഇവിടെ ഉണ്ടല്ലേ? ഇത് നല്ല ബ്രോക്കോലി. ഇത് മറ്റേ സാലാഡ്സിലൊക്കെ ഇത് ആവശ്യമല്ലേ? അടിപൊളി,
നല്ല സോഫ്റ്റ്. ഒന്നും കഴിച്ചു നോക്കി. ടേസ്റ്റ് ഇല്ലേ? പിന്നെ വേറെ മരുന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കെമിക്കലൊന്നും ചേരില്ല. ഇവിടെ കാട്ടുപോകുന്ന ശല്യം ഉണ്ടല്ലോ. ആ സ്വീറ്റ് കോൺ, ആ ചോളം. കാട്ടുപോത്ത് ചവിട്ടി നടന്ന കുളമ്പിന്റെ പാട് അല്ലേ? വിളിക്കുമ്പോ ക്യാപ്സിക്കം. ഇത് കാണുന്നത് ക്യാപ്സിക്കം ആണല്ലോ. അപ്പോൾ ഇത് ഇവിടുത്തെ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ? പുറമേക്ക് കേരളത്തിന് വേറെ അങ്ങനെയൊന്നും ഇല്ല? നല്ല അടിപൊളിയാണ് കേട്ടോ. സ്ട്രോബെറി നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രിഞ്ചാളിൻ്റെ ഇതിപ്പോൾ ഈ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ലൈക്ക് അത് വന്ന് കാണാനായിട്ടൊക്കെ. ഞാൻ മുമ്പ് വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല. 2 കൊല്ലമായി അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് കൂടെ വന്ന് കാണാം. 200 ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീസ് കേട്ടോ. അതേപോലെ അവിടെ ഔട്ട്ലെറ്റിൽ തേൻ വിൽക്കാൻ വെച്ചിട്ടില്ലേ? അത് വിൽക്കാൻ വെച്ചിട്ടില്ലല്ലേ? ആ ആന വരുന്ന അപ്പോൾ ഇങ്ങോട്ടേക്കും വരും. ഇവിടെ നൈറ്റിൽ ആന വരാതിരിക്കാൻ വേലിമ അല്ലെങ്കിൽ ചെറിയ ഇലക്ട്രിഫ്യൂഷൻ ചെയ്യുന്നുണ്ടോ? വെച്ചിട്ടുണ്ട്. അത് കഴിയും. ആ അറ്റത്തൊക്കെയും കുത്തി വെച്ചേക്കുന്നത് എന്താ? ബട്ടർ ബീൻസ്, റെഡ് ബീൻസ്. താളെ വന്നിട്ട് അത്തിയുണ്ട്, പെരക്കമുണ്ട്. അവിടുന്ന് കൊണ്ട് പോയ താഴെ അല്ലേ? എന്താ ഇതിപ്പോ ന്യൂ ഗ്രീൻ ക്യാബേജ്. ഇവിടെ പിന്നെ വെള്ളത്തിന് അങ്ങനെ പ്രശ്നം വരില്ലല്ലോ അല്ലേ? മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, നാച്ചുറൽ വാട്ടർ, ഡ്യൂ ഡ്രോപ്സ് ആണ്. അതല്ല വാച്ചിങ് ഷെഡാ നൈറ്റില് ആനയും മഞ്ഞും. അപ്പോൾ ലൈക്ക് അങ്ങനെ ആനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഓടിക്കാനായിട്ട് എന്തെങ്കിലും പടക്കം പൊട്ടിക്കില്ലേ? വിവിധ തരത്തിലുള്ള വെജിറ്റബിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഈ ടൊമാറ്റോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വരും. ഒരു വൈറ്റ് കളറിലുള്ളൊരു സംഭവം വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അസുഖം കൂടെ വരുന്നുണ്ടോ ടൊമാറ്റോക്ക്? പച്ചമുളക് ഇവിടെ തങ്കുറതൊക്കെ ഇടം എടുക്കാം. ലൈക്ക് സ്റ്റേക്ക് പ്രൊഫഷണൽ അല്ലേ? ശരിക്കും അതുകൊണ്ടും തുടങ്ങായിരുന്നു ഒരു ചെറിയൊരു റിസോർട്ട് പോലെ. കാരണം ഇതൊക്കെയും നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. ടൂറിസം ഇത് നല്ലൊരു ഏരിയ ആയിരിക്കും ഇത്. ജാസ്മിൻ ഓക്കെ സെൻറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഫാക്ടറിയിലേക്ക് ഇവിടെ നിന്നാണ് ഫ്ലവേഴ്സൊക്കെ എടുക്കുന്നത്. അതെ നല്ല നീ പൊട്ടിച്ചോ? ഓൾറെഡി ഒരാൾ പൊട്ടിക്കൽ കഴിഞ്ഞു. സ്ഥലമുണ്ടാ? ഇത് ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു തോട്ടമാണ്. എന്തായാലും അടിപൊളി സെറ്റുണ്ടോ? കുരിഞ്ഞു കയറാൻ വയ്യ. അടിപൊളി. ചായയോ? ഇവിടെ ചായക്കടയല്ല അത്. ഇടയ്ക്കിടയ്ക്ക് ആനയ്ക്കും വരും കേട്ടോ. കാട്ടുപോത്തൊക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞേ. എന്തായാലും അനക്കം കിട്ടി കഴിഞ്ഞാൽ ഓടുമോ നീ? ഞാനെന്ത് ചെയ്യും?
എന്നാ പൂ. അച്ഛനെ തൂക്കി പിടിച്ചുവിടാം ഞാൻ. ഉവ്വ.